ചേച്ചി നമസ്കാരം. നമസ്തേ. എന്റെ പേര് സുമാ വിജയൻ. ഞാൻ സ്ഥലം എവിടെയാ? കോട്ടയം. ചേച്ചി എങ്ങനെയുണ്ട്? നരേന്ദ്രമോദിയെ കണ്ടിരുന്നോ? കണ്ടു. ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്, എന്റെ അടുത്ത് കണ്ടിട്ടുണ്ട് ഞാൻ. ഇപ്പോ എങ്ങനെയുണ്ട്? ആവേശം എങ്ങനെയുണ്ട്? ആവേശം ഭയങ്കരമല്ലേ. കേരളം മൊത്തം അദ്ദേഹത്തിനെ സ്വീകരിക്കുന്നതായിട്ടല്ലേ ഇപ്പൊ ഇവിടെ. BJP-ക്കാർ തന്നൊന്നുമല്ലല്ലോ വന്നിരിക്കുന്നത്. എന്തോരം ആൾക്കാർ ഞങ്ങൾ അവിടെ നിന്നെടുത്ത് ഞങ്ങളുടെ പുറകിലൊക്കെ മോഡിജിയെ കാണാൻ വേണ്ടി വന്ന ഞങ്ങളല്ല, പാർട്ടി പ്രവർത്തകരൊന്നും അല്ലെന്ന്. അദ്ദേഹത്തെ എനിക്ക് ഇഷ്ടമാണ്. അദ്ദേഹം ഇവിടെ ഭരണത്തിൽ, കേരളം BJP-യുടെ ഭരണത്തിൽ വരണമെന്ന് അവർക്കൊക്കെ താല്പര്യമുണ്ട്. ഇത്തവണ കേരളത്തിൽ BJP-ക്ക് ഒരു ചലനം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ലാതെ ആർക്കും ഇവിടെ ഈ തവണ ഭരിക്കാൻ പറ്റത്തില്ല. കോൺഗ്രസിനാണേലും കമ്മ്യൂണിസ്റ്റിനാണേലും BJP-യുടെ സഹായം ഇല്ലാതെ ആരും ഇപ്രാവശ്യം ഭരിക്കുകയല്ല. അത് ഉറപ്പാണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്താ? കാരണം ഈ മോഡിജി ഈ വരുന്ന സ്ഥലത്തെ ജനങ്ങളുടെ ആവേശം കണ്ടാൽ മതിയല്ലോ. ഞങ്ങൾ BJP-ക്കാർക്ക് മാത്രമല്ല ആവേശം, എല്ലാവർക്കും. കാരണം ഭാരതം മോഡിയെ കൊണ്ട് രക്ഷിക്കാൻ പറ്റുള്ളൂ. അത് കേരളത്തിൽ കൂടെ അത് വരണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് കേരളത്തിലെ ജനങ്ങൾ മൊത്തം LDF-ന്റെ, നേരത്തെ എന്ന് പറഞ്ഞാൽ UDF LDF മാറി മാറി ഭരിക്കുമായിരുന്നു. അവരുടെ ഭരണം കണ്ട് മടുത്ത് ഇപ്പൊ ജീവിക്കാൻ യാതൊരു മാർഗവും ഇല്ലാതെ ആൾക്കാർ ബുദ്ധിമുട്ടുന്ന സമയമാണ്. അപ്പൊ കേരളത്തിൽ വികസനം വേണമല്ലോ. വികസനം കൊണ്ടുവരണേ മോഡി വരണം. കാരണം ഭാരതത്തിൽ ഇവിടെ എല്ലാവരും നേരത്തെ എന്ന് പറഞ്ഞാൽ, ഞാന് 2000 കാലഘട്ടം തൊട്ട് കോട്ടയത്ത് ജില്ലയുടെ എക്സിക്യൂട്ടീവ് അംഗമാണ്. ജില്ലാ ഭാരവാഹി, പല ചുമതലകളിൽ ഇരുന്നിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ ഒരു സമരം, BJP-യുടെ ഒരു സമരം വന്നാൽ ഞാൻ ഒറ്റയ്ക്കേ കാണത്തുള്ളൂ, സ്ത്രീകള്. അങ്ങനെയാണ്. അന്നേരം ഞാൻ പോയി ഒറ്റയ്ക്ക് കൊടി പിടിച്ച് നിന്നിട്ടുണ്ട്. ഇന്ന് നോക്ക്, ഇന്ന് എല്ലാ പാർട്ടിയിൽ നിന്നും BJP-യിലേക്ക് ഒഴുക്കാ. ഇപ്പൊ CPM-കാർ വരുന്നു, CPI-ക്കാർ വരുന്നു, 2020 വരുന്നു, എല്ലാവരും ഇങ്ങോട്ട് ഒഴുക്കാ. അതെന്തുകൊണ്ടാ? അപ്പൊ BJP-യെ കേരളത്തെ രക്ഷിക്കണേ BJP-ക്ക് പറ്റുള്ളൂ, ഭാരതത്തെ രക്ഷിക്കാൻ BJP-ക്ക് പറ്റുള്ളൂ എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ഇവിടെ ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ, അടുത്ത നിയമസഭയിൽ BJP ഇല്ലാതെ ഇവിടെ ആർക്കും ഭരിക്കാൻ പറ്റില്ല. അത് ഉറപ്പാണ്. ചേച്ചി, ഇപ്പോ ഈ ധീവരസഭ, അരയ സമുദായത്തിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനാണ് പങ്കെടുക്കുന്നുണ്ട്. അത് അരയ സമുദായം BJP-യോട് പൂർണ്ണമായിട്ടും അടുക്കാനുള്ളൊരു സാധ്യതയായിരിക്കും. കാരണം എന്താന്ന് ചോദിച്ചാൽ, BJP അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അദ്ദേഹത്തിനോട് താല്പര്യമായിട്ടാണല്ലോ, അദ്ദേഹത്തിന്റെ ഭരണത്തോടും താല്പര്യമായിട്ടാ. അപ്പൊ അവര് നമ്മളോടൊപ്പം വരും. അതൊക്കെ ഉറപ്പാണ്. എല്ലാവരും ബാക്കി ഇനിയും ഇപ്പോഴും ഇന്ന് റെജി ലൂക്കോസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇന്നും ചങ്കിനകത്ത് BJP-യോടുള്ള അയിത്തം കാത്തു സൂക്ഷിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടെന്ന്. പക്ഷെ അതൊക്കെ മാറ്റം വരും. ഇലക്ഷനോട് അടുക്കട്ടെ, എല്ലാവരും മാറി BJP-യിലേക്ക് മുഴുവൻ ആൾക്കാരും വരും. അരയ സമുദായം, പ്രത്യേകിച്ച് ഈ തീരദേശ മേഖലയിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകൾ, അവർ വർഷങ്ങളായിട്ട് ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ട്. അവർക്ക് ആ ഒരു പ്രതിസന്ധികളിൽ നിന്ന് മോചനമില്ലാത്തതായിരിക്കുമോ BJP-യോട് അടുക്കാനുള്ള ഒരു കാരണം? ആയിരിക്കാം, മോചനമില്ലാത്തതായിരിക്കാം. പിന്നെ അമൃതാനന്ദമയി അമ്മ അരയ സമുദായത്തിൽപ്പെട്ട ആളാണല്ലോ. അമ്മ ഇന്ന് മോദിജിയോടൊപ്പം ഹിന്ദുത്വത്തിന് വേണ്ടി അമ്മ എന്തെല്ലാം കാര്യങ്ങളിൽ സജീവമായി നിൽക്കുന്നു. അപ്പൊ അമ്മയുടെ കീഴിൽ അണിനിരക്കുന്ന ആൾക്കാരാണല്ലോ ആ സമുദായം. അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് മോദിജി വന്ന് പരിഹരിക്കപ്പെടുമെന്ന് അവർക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ടാണല്ലോ അവരിങ്ങോട്ട് ഇന്ന് അവരുടെ, അല്ലെങ്കിൽ ഇവിടുത്തെ വേറെ എത്രയോ നേതാക്കളുണ്ട്, അവരെയൊന്നും വിളിക്കാത്ത എന്താ എല്ലാവരും. അപ്പൊ BJP-യോട് അടുക്കാൻ തന്നെയാണ് അവരും വിളിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് ഇലക്ഷന്, ഞാൻ ആർപ്പുക്കര പഞ്ചായത്തുകാരിയാണ്, കോട്ടയം ജില്ലയിലെ ആർപ്പുക്കര പഞ്ചായത്ത്. ഞങ്ങളുടെ മുഴുവൻ വാർഡുകളിലും 2020 സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. അന്ന് അവര് അവസാന നിമിഷങ്ങളിൽ അവര് ഞങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട്. അതായത് ത്രിതല പഞ്ചായത്തിലേക്ക് മാത്രമേ ഞങ്ങൾ 2020 വോട്ട് ചെയ്യുള്ളൂ, ബാക്കി ബ്ലോക്ക്, ജില്ല ഒക്കെ നമ്മള് BJP-ക്കാണ് ചെയ്യുന്നതെന്ന്. അപ്പൊ അന്ന് അവരാ പറഞ്ഞപ്പോഴേ ഞങ്ങള് തീരുമാനിച്ചു ഈ ഇലക്ഷൻ കഴിയുമ്പോ അവര് നമ്മളോടൊപ്പം വരുമെന്ന്. അത് വന്നില്ലേ എന്ന് പറഞ്ഞതുപോലെ അരയ സമുദായവും. ചേച്ചി നമസ്കാരം. ചേച്ചി പേരെന്തായിരുന്നു? നമസ്കാരം. ഡോക്ടർ ജലജായസ് ആചാര്യ. അയ്യപ്പങ്കാവ്. മോദിജിയെ കണ്ടിരുന്നു? മോദിജിയെ കണ്ടു. എന്തെങ്കിലും മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത്തവണ കേരളത്തിൽ? സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് സ്വർണ്ണക്കൊള്ളയൊക്കെ നടത്തി ഒത്തിരി അഴിമതിയിലും, പിന്നെ ലാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഗണേഷ് കുമാറിന്റെ പെണ്ണ് കേസിലും ഒക്കെ കോംപ്രമൈസ് ആയല്ലോ. അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ സുരക്ഷിത കേരളം. കാരണം സാമ്പത്തികമായിട്ടും സുരക്ഷിതത്വം ഇല്ല, സ്ത്രീകൾക്കും സുരക്ഷിത ഇല്ല. പിന്നെ ഇപ്പൊ 2020-യുടെ ആഗമനത്തോടുകൂടി NDA നല്ല പ്രതീക്ഷയിലാണ്, ശുഭപ്രതീക്ഷയിലാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്.
BJP സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ട് കേന്ദ്ര പദ്ധതികൾ മുന്നോട്ട് വെച്ചിട്ടാണല്ലോ പല പ്രചരണങ്ങളും നടക്കുന്നത്. ഇപ്പോ ഈ എയിംസ് അടക്കമുള്ള കാര്യങ്ങൾ കേരളത്തിലേക്ക് എത്തിക്കുമെന്ന് BJP പറയുന്നുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമോ? അത് BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞത് ചെയ്യാനാണല്ലോ നമ്മൾ പറയുന്നത്. പറഞ്ഞത് ചെയ്യും. അതിനാണ് BJP-നെ ആൾക്കാര് നെഞ്ചിലേറ്റിയിട്ട് ഇവിടെ ഭരണത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ വരാത്തതിന്റെ കാരണം മാറി മാറി ഭരിക്കുന്ന ആൾക്കാര് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നോണ്ടാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം, കേരളത്തിന് പുറത്ത് അവർക്കൊരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. കേരളത്തിൽ വരുമ്പോ ഇന്ത്യ മുന്നണി, ചില സ്ഥലങ്ങളിൽ ഇന്ത്യ മുന്നണി അങ്ങനെയൊക്കെ അല്ലേ. CPM-ഉം ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ ഒരുമിച്ച് നീങ്ങുന്നു. പിന്നെ VD സതീശന്റെ പ്രസ്താവന തന്നെ കണ്ടില്ലേ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ പുള്ളി ഹിന്ദുത്വത്തിനെ ഭയങ്കരമായിട്ട് തകർത്ത് കളയുന്നല്ലേ പറയണേ. അപ്പൊ അതെങ്ങനെ പുള്ളിക്ക് അത് പറയാൻ കഴിയും? കാരണം ഇത് മതേതരത്വമാണല്ലോ പുള്ളിയുടെ പാർട്ടിക്കാർ പറയുന്നത്. അപ്പൊ മതേതരത്വം പറഞ്ഞുകൊണ്ട് പുള്ളിക്ക് അത് എങ്ങനെ പറയാൻ പറ്റും? അത് ലേറ്റസ്റ്റ് പറവൂര് നടന്ന സംഭവമാണ്. അപ്പൊ ഞങ്ങളൊക്കെ മോദിജിയുടെ വരവിന് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു വരവ് UDF-നെ സംബന്ധിച്ച് ജമാഅത്ത് ഇസ്ലാമി മതി, അവർക്കൊപ്പമാണ് ഞങ്ങളെന്ന് UDF പരസ്യമായിട്ട് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ജനസമൂഹം ഇതിനെ UDF-നെ തള്ളിക്കളയാനുള്ള സാധ്യത ഉണ്ടോ? തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ അവര് പഹൽഗാമിൽ അവര് മതം നോക്കി ഡ്രസ്സ് അടിവസ്ത്രം നോക്കിയിട്ടല്ലേ വെടിവെച്ചത്. അപ്പൊ ഇവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷം ഒന്നും പ്രതികരിച്ചില്ലല്ലോ. അപ്പൊ BJP മാത്രമല്ലേ കൂടെ ഉണ്ടായിരുന്നുള്ളത്. ഇപ്പൊ കണ്ടോ, യുദ്ധം നടക്കുമ്പോ അവര് ഇറാന്റെ ഒപ്പമാണ്. അവരാരുടെ കൂടെ നിൽക്കേണ്ടത്? അപ്പൊ ഒത്തിരി ആളുകൾ ഗൾഫ് രാജ്യങ്ങളിൽ മലയാളികൾ കഷ്ടപ്പെടുന്നില്ലേ, അവരോടൊപ്പം എന്താ നിൽക്കാത്തത്? അപ്പൊ പിന്നെ ഇവരുടെയൊക്കെ ലക്ഷ്യങ്ങൾ എന്താണ്? അപ്പൊ മതേതരത്വം ഒരു സൈഡിൽ കൂടെ പറയുക, മതം വളർത്തുക, മതഭീകരവാദം വളർത്തുക. പക്ഷെ BJP-യെ സംബന്ധിച്ചിടത്തോളം മതമല്ല പ്രധാനം, ഞങ്ങൾക്ക് വികസനമാണ് പ്രധാനം. താങ്ക് യു. നമസ്കാരം, പേരുണ്ടായിരുന്നു? ഗോപാലകൃഷ്ണൻ. വരുന്നത് BJP-യുടെ ഈ പ്രവർത്തന കാര്യങ്ങൾ സംതൃപ്തനാണോ ഇപ്പോഴത്തെ അവസ്ഥ? തീർച്ചയായിട്ടും. പറയാൻ കാരണം എന്ന് പറഞ്ഞാല് ബാക്കി രണ്ടു കൂട്ടരും കണക്കാ. അതുകൊണ്ട് ഇപ്പം പാലായിൽ നിൽക്കുന്ന ഷോൺ ജോർജാ, മിക്കവാറും 3 ക്രിസ്ത്യാനികളാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കാതെയാണ് മിക്കവാറും ഷോൺ ജോർജ് ജയിക്കാനുള്ള ചാൻസ് ഉണ്ട്. വലിയ പ്രവർത്തനം നടക്കുന്നുണ്ടോ പാലയിൽ? ഉണ്ട്, നന്നായിട്ടുണ്ട്. ഈ പിണറായി സർക്കാരിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? പിണറായി സർക്കാരിനെ പറ്റി എന്ന് പറഞ്ഞാല് ആദ്യത്തെ ടൈം വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇപ്പം മഹാമോശ. ഇപ്പൊ ആ പാടെ ശബരിമലയും ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ ബാലകൃഷ്ണനാഥ മാന്, ഇതേ ഉള്ളൂ. അല്ലാതെ പിന്നെ കൂടെ ഒന്നും പറയാനില്ല. ചേട്ടാ, പേരുണ്ടായിരുന്നു? സന്തോഷം. എങ്ങനെയുണ്ട് BJP-യുടെ ഈ ഒരു പരിപാടി? എങ്ങനെയുണ്ട് മൊത്തത്തിൽ പരിപാടിയല്ലേ? പ്രതീക്ഷകൾ എങ്ങനെയാ? പ്രതീക്ഷ 100% ഉണ്ട്. മോദിയുടെ വരവോടുകൂടിയുള്ള മാറ്റം ഉണ്ടാകുമോ കേരളത്തിൽ? കുറെ വ്യത്യാസം വരും. നമസ്കാരം. പേരുണ്ടായിരുന്നു? മണിയണ്ടൻ. എവിടെയാ സ്ഥലം? എവിടെയാ? ഒറ്റപ്പാലം, പാലക്കാട് ഒറ്റപ്പാലം. മോദിജിയെ കാണാൻ പറ്റാം? കാണാൻ വേണ്ട. മോദിജിനെ 7ാം തോട്ട കാണാൻ വരുന്നത്. പല സ്ഥലത്തായിട്ട് കേരളം ഒട്ടാകാൻ പോയിട്ട് കാണാറുണ്ട് മോദിജി. ഒറ്റപ്പാലത്തൊക്കെ BJP-യുടെ പ്രവർത്തനം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഒറ്റപ്പാലം, ഷൊർണൂര്, പാലക്കാട് ഒക്കെ നല്ല സജീവമാണ്. മോദിജിയെ കണ്ടിരുന്നോ? മോദിജി ഇവിടെ കണ്ടിരുന്നു. പോയാൽ കണ്ടു. എത്രത്തോളം ഇത്തവണത്തെ പ്രതീക്ഷകൾ? കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP-ക്ക് സീറ്റുകൾ ലഭിക്കാനുള്ള സാധ്യത ഉണ്ടോ? തീർച്ചയായും 10 മുകളിൽ സീറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട്. പാലക്കാട് ജില്ല, കാസർഗോഡ് ജില്ല, തിരുവനന്തപുരം ജില്ല, മിക്ക ജില്ലകളിലും NDAക്ക് നല്ല സാധ്യതയുണ്ട്. NDA ആണ് പ്രാവശ്യം ആര് ഭരിക്കണം തീരുമാനിക്കുക NDA ആയിരിക്കും.